ശശിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പരുത്തിപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിൽ ഉപരോധം. പരുത്തിപ്പള്ളി മുള്ളൻപന്നിയെ കൊന്ന സംഭവത്തിൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു. സംസ്ഥാനത്തെ നാണക്കേടിലാഴ്ത്തുന്ന രീതിയിലാണ് വനംവകുപ്പിന്റെ നടപടിയെന്നാണ് UDF ആരോപണം. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ നായർ എന്ന വെള്ളനാട് ശശി മുള്ളൻപന്നിയെ അടിച്ചു കൊന്ന സംഭവത്തിൽ വനം വകുപ്പ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് നേതാക്കൾ പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസം തമ്മാനൂർ സമീപം പോലീസ് നിരീക്ഷണത്തിലുണ്ടായിരുന്ന ശശിയെക്കുറിച്ച് വിവരം വനം വകുപ്പിനെ അറിയിച്ചിട്ടും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെന്നാണ് UDFന്റെ ആരോപണം. ശശിയെ രക്ഷപ്പെടുത്താനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നതെന്നും പ്രവർത്തകർ പറയുന്നു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ശശിയെ പേടിക്കുകയാണോ എന്ന ചോദ്യവും UDF നേതാക്കൾ ഉയർത്തി. നിരവധി കേസുകളിലുള്ള ശശിയെ എന്തുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ലെന്നും അവർ ചോദിച്ചു. സംഭവത്തിന് ശേഷം ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ശശി ഏകദേശം 1.5 മണിക്കൂറോളം പങ്കെടുത്തിട്ടും നടപടി സ്വീകരിക്കാത്തത് ഗുരുതരമാണെന്നും UDF ആരോപിച്ചു. പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അറസ്റ്റ് നടന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ശശിക്ക് പ്രത്യേക കാവൽ ഏർപ്പെടുത്തിയതായും ഇതുവഴി കേസ് അട്ടിമറിക്കപ്പെടുന്നതായുമാണ് UDF ആരോപണം. സംഭവത്തിൽ ഉടൻ നടപടി സ്വീകരിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ധർണ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ഇവിടെ സ്വാഗതം പറഞ്ഞ സന്തോഷം, അതുപോലെ തന്നെ ഉദ്ഘാടനം അധ്യക്ഷനായിരിക്കുന്ന ശ്രീ വിമൽകുമാറോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇത് ഇന്നലെ രാത്രി ഞങ്ങൾ തീരുമാനിച്ചാണ് ഈ ധർണ നടത്തുന്നത്. ആ തീരുമാനിക്കാനുള്ള കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അപമാനിക്കുന്ന തരത്തിൽ ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് അവമാനപരമായ രീതിയിലാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രതിയെ പോലീസുകാർ പിടിച്ചു വച്ചിട്ടും അതിനെ ഏറ്റുവാങ്ങാൻ കഴിയാത്ത കൽപ്പില്ലാത്ത ഒരു ഫോറസ്റ്റ് ഭരിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ സഡനായിട്ട് ഒരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തത്. ശരിക്കും ഒരു സമര പരിപാടി ആയിരിക്കുമ്പോൾ ഞങ്ങൾ മൈക്ക് ഉൾപ്പെടെ മൈക്ക് ഓർഡർ ഒന്നും ഇല്ലാതെ വരുന്നത് ഇത് പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് നമ്മളുടെ തുടക്കം മാത്രമാണ്. ഇത് വെള്ളനാട് ശശിയെ അയാൾക്ക് വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല. നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ സാധാരണക്കാരായ ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം അഭ്യാസം കാണിക്കുമായിരുന്നു. അവന്റെയൊക്കെ വീട്ടിൽ പോയി പല പ്രാവശ്യം അറസ്റ്റ് ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഈ വകുപ്പിന് 2 തരത്തിലുള്ള നീതിയുണ്ടോ? ഭരണത്തിന്റെ പിന്തുണക്കാരൻ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ആളുകളായതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു എളുപ്പമില്ലാതെ ഫോറസ്റ്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആ വകുപ്പിനെ പോലും അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ശരിയായ നടപടിയല്ല. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിൽ വെച്ച് അവിടുത്തെ പോലീസുകാർ അയാളെ കാണിച്ചു കൊടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും ചെയ്തിട്ട് അവരതിനകത്തൊരു നടപടി സ്വീകരിച്ചില്ല, പൊന്നുനോക്കിയില്ല എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ A കാറ്റഗറിയിൽ വരുന്ന ഒരു ജന്തുവിനെയാണ്, മുള്ളൻപന്നിയാണ് ഇയാൾ അടിച്ചു കൊന്നത്. അത് അയാൾ ഒരു കാരണവശാലും ആ കേസിൽ നിന്ന് ഒഴിച്ചുകൂടാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കൃത്യമായി മകസറുണ്ട്. അത് അയാളെ അടിച്ചു കൊന്നതാണെന്നുള്ളതിന് തെളിവുകളുണ്ട്, വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലച്ചോറ് പുറത്തായി അടിയുടെ ഭാഗത്തായി തലച്ചോറ് പുറത്തു വന്നതാണെന്നുണ്ട്, അടിച്ച കമ്പിൽ രക്തം പറഞ്ഞുകൊണ്ട്. അപ്പോൾ സാഹചര്യ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അയാൾ അന്വേഷിക്കാൻ നടപടിയെടുക്കാത്തത്? കഴിഞ്ഞ 3 ദിവസമായി ഇയാൾ നെടുമങ്ങാട് ഫോറസ്റ്റ് ഓഫീസിനകത്ത് മൂക്കിന്റെ താഴെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പല പ്രാവശ്യം വിളിച്ചിട്ട് അവന്മാർ ഫോൺ എടുക്കില്ല. ഇവിടുത്തെ ശ്രീജു അയാൾ വ്യക്തിപരമായി ശ്രീജുവിനെ എനിക്ക് അറിയാവുന്നതാണ്. പക്ഷേ ശ്രീജു ആ സ്ഥാനത്തിന്റെ മാന്യത പാലിക്കണം. ഒരു റേഞ്ച് ഓഫീസർ അയാൾ മാന്യത പാലിക്കണം. ആ മാന്യത കാണിച്ചില്ല. കഴിഞ്ഞ 3 ദിവസമായി അയാൾ ഫോൺ എടുക്കില്ല. വിളിച്ചാൽ ഞാൻ ഇന്നലെ അയാൾക്കൊരു മെസ്സേജ് അയച്ചു. മിസ്റ്റർ ശ്രീജു, നിങ്ങൾ വന്യജീവിയെ ഈ മുള്ളൻപന്നിയെ കൊന്ന ആളിനെ അറസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഒത്തുകളിക്കുകയാണ്. ആദ്യം ഞാൻ ഫോൺ മെസ്സേജ് അയച്ചത് പ്ലീസ് കാൾ മീ എന്ന് പറഞ്ഞു, കാര്യം പറയാൻ വേണ്ടി. അയാൾ ഫോൺ ചെയ്ത് തിരിച്ചു വിളിച്ചില്ല. 2ാമത് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഈ പ്രതിയുമായി ഒത്തുകളിക്കുകയാണ്, നിങ്ങൾ അയാളെ സഹായിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. തിരിച്ച് ഇന്നലെ മെനഞ്ഞാന്ന് അയാൾ DPCയിൽ പങ്കെടുത്തു. DPCയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഈ വോച്ചന്മാർ അവിടെ പോയിരുന്നു അറസ്റ്റ് ചെയ്യാതെ. ഈ വകുപ്പിന് തന്നെ നടക്കണല്ലേ? നിങ്ങൾ അവനുമായി ഒത്തുകളിക്കാൻ പോയാൽ നിങ്ങൾ ഒരുപാട് കേസുകളിൽ ഈ സർക്കാർ ഒത്തുകളിക്കുന്നുണ്ട്. ഇവിടെ സ്വർണം കെട്ടവനെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണിത്. ആ കള്ളന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ വീട് തന്നെ ഒരു മാസപ്പടി വാങ്ങുന്നതും അഴിമതിയുടെയും കൂടാരമായി മാറുമ്പോൾ ഈ സംസ്ഥാനത്തുള്ള മറ്റാളുകൾ, മറ്റുദ്യോഗസ്ഥന്മാർ, അവർ താഴെയുള്ള ആളുകൾ ഒക്കെ അഴിമതിക്കാരായും അവരെ സഹായിക്കാൻ വേണ്ടി കൂടെ നിൽക്കും എന്നുള്ള തർക്കമില്ല. ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, 1.5 മാസം കൂടെ കഴിയുമ്പോൾ ഇവിടെ ഭരണമാറ്റം ഉണ്ടാകും. അന്ന് മിസ്റ്റർ ശ്രീജു ഉൾപ്പെടെ നിങ്ങളെ DFO ഞാൻ പല പ്രാവശ്യം വിളിച്ചു. DFO ആദ്യമൊക്കെ അനുകൂലമായ നിലപാടെങ്കിലും പിന്നെ അയാൾ മാറിപ്പോയി. അടുത്ത സമരം DFOയുടെ ഓഫീസിലേക്കാണ്. അത് ഇതുപോലെ ആയിരിക്കത്തില്ല. കോൺഗ്രസിന്റെ
പിന്നെ എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് DFO ഓഫീസിലേക്ക് നമ്മൾ സമരം നടത്തും. വെള്ളനാട് ശശിയെ ഈ ജീവിയെ കൊന്ന വെള്ളനാട് ശശിയെ അറസ്റ്റ് ചെയ്യാതെ അവനെ സഹായിക്കാവുന്ന ഏതെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മനപായസം കുടിക്കുകയാണെങ്കിൽ അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതുമായി ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോകും. മാത്രമല്ല സ്വകാര്യ അന്യായം ഞങ്ങൾ ഫയൽ ചെയ്യും. ഇവനൊന്നും ഞങ്ങൾ വെറുതെ വിടില്ല. അത് ശ്രീജിനോട് പ്രത്യേകം പറഞ്ഞേക്കും. ഈ സമരം ഇത്രയും പോലീസുകാർ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 4 KSUവിന്റെ പിള്ളേർ ആരോഗ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചപ്പോ അവരെ കഴുത്തുളുക്കി. അതുപോലെ തന്നെ മുദ്രാവാക്യം വിളിച്ചപ്പോ അവർക്ക് പിന്നെ ബോധക്ഷയം ഉണ്ടായി. ഇവിടെ ഞങ്ങൾ പോലീസിനെ ആക്രമിക്കാനോ നിങ്ങളുടെ ഓഫീസിൽ തള്ളിക്കയറാനോ വന്ന ആളുകളല്ല. ഇവിടെ മാന്യമായി ഇവിടെ ഒരു ധർണ നടത്തി ഈ ഞങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഗേറ്റിന് പോലും തള്ളാതെ നിന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിക്കോളൂ. എന്തായാലും ശരി, ഈ പരിപാടി ഇത് തുടക്കം മാത്രമാണ്. ഈ ശശി അറസ്റ്റ് ചെയ്യാതെ കിട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ കോടതിയിൽ എന്ത് പറയാനാണ് പോയത്? ഇപ്പൊ കോടതി നാളെ മറുപടി പറയുന്ന മുൻകൂർ ജാമ്യത്തിന് വേണ്ടി എല്ലാ ഒത്താശയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ എഴുതിയ മാസ്റ്റർ നിങ്ങൾ തന്നെ തിരുത്താൻ പോകുന്നു. അതൊക്കെ ഞങ്ങൾ നിയമപരമായി നേരിടും. കാരണം ഇവിടെ നിങ്ങൾ അവിടെ എഴുതിയ മാസ്റ്ററും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ അതിന്റെയൊക്കെ കോപ്പികൾ ഞങ്ങളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സർവീസിൽ തുടരാം. ഇല്ലെങ്കിൽ അതിനെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകും. മാത്രമല്ല 1.5 മാസം അങ്ങോട്ട് കഴിയുമ്പോൾ സർക്കാർ മാറും. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ വരും. അന്ന് ഈ ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ നിലയ്ക്കിരുത്തണമെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കും എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ ഏവരെയും അനുവാദത്തോടുകൂടി ഈ ചെറിയ ധർണ ഉദ്ഘാടനം ചെയ്ത് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.